അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കടയിൽ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ നല്ല വെറൈറ്റി, ഞാൻ ഇവിടെ ഫാനായത് സത്യം പറഞ്ഞാൽ ആദ്യം ഇവരുടെ ബിരിയാണി കഴിച്ചിട്ടാണ് ഗായ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് മന്തിയാണ്, ഹണി ചിക്കൻ്റെ. പിന്നെ നമ്മളതൊരു ക്വാർട്ടർ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ചൈനീസ് നൂഡിൽസാണ്. മിക്സഡാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ ചിക്കൻ്റെ. അപ്പോൾ ഈ ഹോട്ടൽ നല്ല അടിപൊളി ഹോട്ടലാണ്. പിന്നെ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ വിചാരിക്കും വലിയ ഹോട്ടലിൽ ഭയങ്കര പൈസ ആകുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെ അല്ല ഗായ്സ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് ഇവിടെ ഫുഡ് അവർ ഡെലിവറി ചെയ്യുന്നത്. സാധാരണ എല്ലായിടത്തും ഹാഫ് മന്തിയൊക്കെ ആകുമ്പോഴേക്ക് 400 സംതിങ് ആവും. പക്ഷേ ഇവിടെ അത്രയില്ല, 300 സംതിങ്ങേ വരുന്നുള്ളൂ. അപ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റത്തില്ല ഗായ്സ്. ഞാൻ ഇവരുടെ ബിരിയാണിക്ക് അഡിക്റ്റഡാണ്. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. നല്ലതാണെന്നുണ്ടെങ്കിൽ പുറത്തെ വ്യൂ കൂടെ എടുത്ത് നിങ്ങളെ ഈ ഹോട്ടലിലൂടെ കാണിച്ചു തരാം. ഇതൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ സാധാ കാണുന്ന ഹോട്ടൽ പോലൊന്നും അല്ല. ഇവിടെ AC റൂമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു ഹോട്ടലൊക്കെ തന്നെയാണ്. നല്ല ഫുഡാണ് ഗൈസ്. അതാണ് ഇവിടുത്തെ മെയിൻ. കാണിച്ചു തരാവേ. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഒരു ആംബിയൻസ് വരുന്നത്. അത് AC റൂമാണ് അവിടെ വരുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ഈ ഒരു സമയത്തൊക്കെ ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആള് ഭയങ്കര കുറവാണ്. നല്ല മുകളിലൊക്കെ ഇരിക്കാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇത് 2 ഓർഡർ ചെയ്തു. പിന്നെ നമുക്ക് ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വരും നമ്മുടെ മന്തി വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇവരുടെ ബിരിയാണി ഒരു വട്ടം കഴിച്ചപ്പോൾ തന്നെ ഞാൻ അഡിക്റ്റായി. പിന്നെ ഞാനിതുവരെ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും സൂപ്പർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇവരുടെ മൊത്തം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള മന്തികളിൽ ഏറ്റവും അടിപൊളിയായിട്ട് കഴിച്ചിട്ടുള്ളത് നമ്മുടെ ഹരിപ്പാട് അമ്മയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്, മലബാർ ബീച്ച് വേ റെസ്റ്റോറൻറ്റ്. അപ്പോൾ കഴിച്ചുകൊണ്ട് ഓക്കെ അവിടെയാണ്. അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് പറയാം. ഒരു 3 പേർക്ക് അടിപൊളിയായിട്ട് തിന്നാനായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട് ഗായ്സ്. നല്ല ടേസ്റ്റാണ്, അടിപൊളി. അപ്പോൾ ഗായ്സ് നമ്മൾ അടുത്തത് ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നൂഡിൽസിലാണ് കാര്യമായിട്ട് ഗായ്സ് നമ്മൾ കഴിച്ചു. അടുത്ത് വരുന്നത് ഹണി ചില്ലി അൽഫാം മന്തിയാണ്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മാത്രം ടേസ്റ്റ് ചെയ്തു. അവിടെ മധുരവും പിന്നെ അത്യാവശ്യം എരിവും. ഇപ്പം എൻ്റെ കൂടിരിക്കുന്ന ആൾക്ക് ഞാൻ കൊടുക്കാൻ തോന്നുന്നില്ല, അത് തീരുന്നത്. അപ്പോൾ ഗായ്സ് ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇത് നമ്മുടെ ബൈപ്പാസ് ഇറങ്ങി വരുന്ന സൈഡിലായിട്ടാണ് വരുന്നത്. മലബാർ ബീച്ച് വേ റെസ്റ്റോറൻ്റ് ആണ് ഗായ്സ്. അപ്പം അടിപൊളി ഫുഡാണ്, മസ്റ്റ് ട്രൈ. മലബാർ ബീച്ച് റെസ്റ്റോറൻറ്റ് നമ്മുടെ ബൈപ്പാസ് ഇറങ്ങി വരുന്ന സൈഡിലായിട്ടാണ് ഗായ്സ് വരുന്നത്. അടിപൊളി ഫുഡാണ്. അപ്പോൾ ഗായ്സ് അടിപൊളി ഫുഡാണ്, ഒരു രക്ഷയില്ല. കാരണം നമ്മൾ ഈ വലിപ്പമൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഭയങ്കര വിലയാണെന്നൊക്കെ വിചാരിക്കും. ഇല്ല, നമ്മളെ കൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റൊക്കെയാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഫുഡാണ്. അതാണ് മെയിനായിട്ടുള്ളത്. നല്ല അടിപൊളി ഫുഡാണ്. ആലപ്പുഴയിലുള്ളവർ ഉറപ്പായിട്ട് വന്ന് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ് ഗായ്സ്.